तुम्हाला मराठी येतं का? ऐसा तुम्हाला मराठी येतं? मराठी मैं बोलता भी नहीं हूँ, ना बोलूंगा। मैं हिंदी बोलता हूँ और हिंदी ही बोलूंगा। ये भारत है, ये भारत है भाई। इन्होंने क्या बोला? मराठी क्यों बोला? अरे यार नहीं बोलूंगा मराठी। बाबू मराठी नहीं बोलूंगा। ठीक है, पुलिस आएगा ना फिर वो बताएगी। मराठी मेरी मृत्यु तक नहीं बोलूंगा, हिंदी बोलूंगा और हिंदी ही बोलूंगा। आई रिस्पेक्ट महाराष्ट्र। डोंट शाउट, ओके? जस्ट गेट मराठी नहीं बोलूंगा। ज्यादा चिल्ला नहीं, चिल्ला। നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും 1.5-2 വർഷം മുമ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് ഹിന്ദി, അത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും അതിൻ്റെ ഭാഗമായിട്ട് അവർ പ്ലാനിങ്ങോടുകൂടി സ്കൂൾ വിദ്യാഭ്യാസത്തിൽ വേണം, ഓൾറെഡി സ്കൂൾ വിദ്യാഭ്യാസത്തിലുണ്ട്, അതിൻ്റെ അകത്ത് പോളിസിയിൽ മാറ്റം ഉണ്ടാകണം. ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു ഓരോ ആൾക്കാരും ഓരോ ദിവസവും ഓരോ ഹിന്ദി വാക്കുകൾ വെച്ച് പഠിക്കണം. അത് കഴിഞ്ഞ് ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ ഇതുമായിട്ട് ഹിന്ദിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു ഒരു സമയത്ത് വരാനുള്ളൊരു സമയത്ത് ഇന്ത്യക്കാർ ഇംഗ്ലീഷിനെ പറയുന്നത് പോലും നാണക്കേടാണെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ ഒരു മന്ത്രിമാരും അതേപോലെ തന്നെ ഒഫീഷ്യൽസും ഹിന്ദിയുമായിട്ട് ബന്ധപ്പെട്ട ഒറ്റ വാക്കും മിണ്ടുന്നില്ല. കാരണം എന്താ? തമിഴ്നാട് ഗവൺമെൻറ് സ്റ്റാൻഡിലും മീഡിയയിൽ കൂടെ പറഞ്ഞു, അതായത് ഹിന്ദി അവിടെ ബാൻ ചെയ്യാൻ പോവുക, ബോർഡുകൾ മുഴുവനും മാറ്റാൻ പോവുക, അതിനുവേണ്ടി നിയമസഭയിൽ ബില്ല് കൊണ്ടുവരും. പെട്ടെന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവരുമായിട്ട് സംസാരിച്ച ബില്ല് വേണ്ട എന്ന് വെച്ചു, എമർജൻസി ആയിട്ട്. കാരണം വന്നു കഴിഞ്ഞാൽ മറ്റുള്ള സ്റ്റേറ്റുകളിലും ഹിന്ദി ബാൻ ചെയ്ത് കളയും. ഇതതിൻ്റെ കാര്യം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം ഉറപ്പായിട്ടും ഇവിടെ ഹിന്ദു ഫിലോസഫിയാണ്. അത് തന്നെയാണ് ബേസിക്കലി. ഇപ്പം ഞാനൊരു ക്രിസ്ത്യൻ നാമധാരിയാണെങ്കിലും എൻ്റെ പൂർവ്വപിതാക്കന്മാരും ഞങ്ങളൊക്കെ ഇപ്പോഴും അനുസരിച്ച് മുന്നോട്ട് പോകുന്നത് ഒരു ഹിന്ദു കൾച്ചറാണ്, വേ ഓഫ് ലൈഫാണ്. അത് കറക്റ്റാണ്, 100% കറക്റ്റാണ്. പക്ഷെ ഹിന്ദുത്വം അടിച്ചേൽപ്പിക്കരുത്, പ്രശ്നമുണ്ടാകും. അതാ പറഞ്ഞ ഹാർഡ് കോർ ഹിന്ദുവാദികളും ഹിന്ദിവാദികളും പറയുമ്പോൾ ഇത് എവിടൊക്കെയാണ് അടി കിട്ടാൻ പോകുന്നതെന്ന് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറത്താ. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന് പെട്ടെന്ന് തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ബില്ല് കൊണ്ടുവരരുത്, വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും. ഇപ്പോഴും ഏറ്റവും ലേറ്റസ്റ്റ് എന്തുവാ? തമിഴ്നാടിനേക്കാൾ വലിയ പ്രശ്നമായി മഹാരാഷ്ട്രയിലും മുംബൈ. ഇന്ത്യയുടെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ സിറ്റി, ഇന്ത്യയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇത്രമാത്രം ആൾക്കാർ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പല ഇന്ത്യൻ സ്റ്റേറ്റുകളിലുള്ള ഒരു ജോലി ചെയ്യുന്ന സിറ്റി. മഹാരാഷ്ട്ര GDP-യിൽ ഇന്ത്യയുടെ 1ാം സ്ഥാനത്തും അല്ലെങ്കിൽ 1-2 സ്ഥാനത്ത് ഈ ഒരു സ്റ്റേറ്റ്. ഫാമിംഗ്, അഗ്രികൾച്ചർ ആണെങ്കിൽ ഇൻഡസ്ട്രിയിലാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്റ്റേറ്റ്. എന്താ പ്രശ്നം? എന്തോ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഹിന്ദി സംസാരിക്കാൻ പറ്റത്തില്ല. മുംബൈ മെട്രോ എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് ലൈനാണ്. അതിനകത്ത് ഹിന്ദി സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തേക്കും കയറി ചോദിക്കുന്നു, അടിയുണ്ടാക്കുന്നു. ആലോചിച്ച് നോക്കുക, ഭാഷയുടെ പേരിൽ ഒരു പയ്യൻ സൂയിസൈഡ് ചെയ്തു. ഈ വീഡിയോ നിങ്ങൾ കാണുക. ഒരു ഓഫീസിൽ ഒരു സ്ത്രീയോട് അതിൻ്റെ ബോസ് പറയുന്നു, നീ എന്താ ലേറ്റായിട്ട് വരുന്നത്? ഇതാണ് ചോദിച്ചുള്ളൂ. പിന്നീട് അവനെ വിളിച്ചുകൊണ്ട് അവിടുത്തെ ശിവസേനക്കാർ രാജ് താക്കറയുടെ പാർട്ടിക്കാരായ പാർട്ടി ഓഫീസിൽ കൊണ്ടുവന്നിട്ട് ഒരു ഓഫീസിലെ അതിൻ്റെ അതുപോലും നടത്താൻ അടിക്കുകയാണ്. माणूस आहेस का? तू कोण आहेस? तुला काय ऐका ना, तुला अक्कल आहे का?
शुक्ला जी मैं थोड़ा सांग रहा हूँ, आपने मेरे को कभी गलत बात नहीं की है। ये भाई ने इतना बोला है बाबा, मेरी लाइफ में मराठीमध्ये राहतो बरोबर ना, मराठीमध्ये राहून मराठीमध्ये त्रास देतो, सिव्हिलला बोलतो, उलट बोलतो, एवढा मागचा माफी मागो अजून पण त्याला खरं बोलायला लावा, सोडून द्यायचं, अजून पण त्याला खरं बोलायला. എന്നിട്ട് മാപ്പ് കൊടുക്കുവാണ്. ഇത് സ്ഥിതിയിലോട്ട് പോകരുത്. ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഈ കാര്യത്തിൽ. ഇന്ത്യയുടെ കൊമേഴ്ഷ്യൽ സിറ്റിക്കകത്ത് ഇതാണ് സ്ഥിതിയെങ്കിൽ അത് മറ്റുള്ള ഭാഗത്തോട്ട് ഏത് രീതിയിൽ പോകും? ഇതുകൊണ്ടാണ് പറഞ്ഞ ഇത് അടിച്ചേൽപ്പിക്കരുത്, ഒന്നും അടിച്ചേൽപ്പിക്കരുത്. കാരണം ജനാധിപത്യ രാജ്യമാണ്, 150 കോടി ജനങ്ങളുണ്ട്. ഇതിന് വേറെ പല ഓപ്ഷൻസ് ഉണ്ട്. സിനിമ ഏറ്റവും നല്ല ഓപ്ഷനാണ് ഹിന്ദി പഠിപ്പിച്ചെടുക്കുക. ഈ മറാഠികൾക്ക് ഹിന്ദി അറിയത്തില്ല, അറിയാം അവർക്ക്. മറാഠികൾക്ക്, മുംബൈയിലുള്ള മറാഠികൾക്ക് എല്ലാവർക്കും ഹിന്ദി അറിയാം, അവർക്ക് സംസാരിക്കാനും എഴുതാനും അറിയാം. പക്ഷെ അവൻ്റെ പ്രാദേശിക ഭാഷയെ തൊട്ടുപോകരുത്. അവിടുത്തെ മുംബൈയിലുള്ള മാർവാഡീസ്, രാജസ്ഥാനികൾ, ബീഹാർ കമ്മ്യൂണിറ്റി, UP കമ്മ്യൂണിറ്റി, അവർക്കൊക്കെ അവിടെ ജോലി ചെയ്യാൻ പേടിയാ, ഹിന്ദി സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഡൽഹിയിൽ ഇവിടെ ഹിന്ദി സംസാരിക്കും. ഇവിടെ കാരണം മൾട്ടിപ്പിൾ ആൾ പല ഇവിടെ എല്ലാ ഏറ്റവും കൂടുതൽ ഇമിഗ്രൻസ് ആണ് 47 ഡിവിഷന് ശേഷം ഉണ്ടായിരിക്കുന്നത്. ഏത് ഭാഷ ആർക്കും സംസാരിക്കാം. ഇനി അടുത്ത പോയിന്റ്, എന്തുകൊണ്ടാണ് ഹിന്ദിക്കെതിരെ ഈ പ്രശ്നം ഈ സ്റ്റേറ്റുകൾ ഉണ്ടാക്കിയ അവിടുത്തെ ലോക്കൽ പൊളിറ്റിക്സിന് അഡ്വാൻറ്റേജ്. അവിടെ ഇപ്പം പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഇലക്ഷൻ വരാൻ പോവാ മഹാരാഷ്ട്രയില്. ശിവസേനയ്ക്ക് പൊളിറ്റിക്കൽ ക്ലൗട്ട് നഷ്ടപ്പെട്ടു മഹാരാഷ്ട്രയില്. അത് റീഗെയിൻ ചെയ്യണം. ഒറ്റ മാർഗം ഇതേ ഉള്ളൂ. എന്ത് പൊളിറ്റിക്സാണ് ഇനി ശിവസേന പറയാൻ പോകുന്നത്? ഹിന്ദുത്വം പറയാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം അതിനേക്കാളും വലിയ ഹിന്ദുത്വ പാർട്ടി BJP മഹാരാഷ്ട്ര ഭരിക്കും, ഫഡ്നവിസ്. എന്നിട്ട് മുംബൈയിലുടനീളം മഹാരാഷ്ട്രയിൽ ഇത്രമാത്രം ഈ ഹിന്ദിക്കെതിരെ ഇത്രയും ഹെയ്റ്റ് സ്പീച്ച് സംഭവം ഉണ്ടായിട്ട് അടി കിട്ടുന്നു. ബസ് സ്റ്റാൻഡില്, റോഡില്, ജംഗ്ഷനുകളില്, കടകളില്, ഷോപ്പുകളിൽ പോലും ഹിന്ദി പറയാൻ പറ്റത്തില്ല. ആലോചിച്ച് നോക്കുക. ആ ഗവൺമെന്റിന് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റും? നടക്കുന്നില്ല. ക്രാക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്നില്ല. കാര്യമുണ്ട് ചെയ്യേണ്ടത് മറാഠി പോലീസ്. അവർക്ക് ഈ പറയുന്ന മറാഠിയോടാണ് താല്പര്യം. കാരണം ഇത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഗവൺമെന്റിന് അറിയാം. ഗവൺമെന്റിന്റെ ഒരു ഒറ്റ ഒരാള് ഇത്രയും ക്രൂരമായിട്ട് ഹിന്ദി മറാഠി ഇഷ്യൂ നടന്നിട്ട് എത്ര പേരെ അറസ്റ്റ് ചെയ്തു? ഒരാളെ പോലും ചെയ്തിട്ടില്ല. പേടിച്ചു. കാരണം മറാഠികളുടെ, മഹാരാഷ്ട്രക്കാരന്റെ ഏറ്റവും വലിയ അവന്റെ ഇമോഷണൽ ഇഷ്യൂ ആണ് അവന്റെ ലാംഗ്വേജ്. അതായത് കാര്യം. എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുപോയത്? ഇതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടായി? ഈ രീതിയിൽ മഹാരാഷ്ട്രയിൽ ഇങ്ങനെ, തമിഴ്നാട്ടിൽ ആ രീതിയിൽ. നിങ്ങൾക്കറിയാം, കന്നഡ ഞാൻ ബാംഗ്ലൂർ 1 വർഷം താമസിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു പറയാനൊരു കാര്യമുണ്ട്. സ്വിഗ്ഗിയിലാണെങ്കിലും സൊമാറ്റോയിലാണെങ്കിലും ബ്ലിങ്കിറ്റിലാണെങ്കിലും അവിടെ ഡെലിവറി ചെയ്യുന്നവരുണ്ട്. അവർക്കൊന്നും ഹിന്ദി അറിയത്തില്ല, അവർ കന്നഡ അറിയത്തുള്ളൂ. അറിയാം, കന്നഡിക മക്കൾ വലിയ ഇഷ്യൂ അവിടെ മറ്റുള്ള ബോർഡിലെല്ലാം കന്നഡയിൽ എഴുതിക്കണം. അപ്പൊ അവിടെ BJP ഇത്രയും നാളും നേരത്തെ ഭരിച്ചിട്ട് അവർക്കവിടെ ഹിന്ദി കൊണ്ടുവരാൻ പറ്റുമോ? പറ്റിയില്ല. BJP ഭരിച്ച സമയത്താണ് നമ്മറയിൽ അവർ ഇട്ടത്. നടക്കത്തില്ല അതൊന്നും. ഇത് ഞാൻ പറയുന്നത് ബേസിക്കലി ഇന്ത്യയെ മനസ്സിലായിക്കോണം. അല്ലാതൊരു ഭാഷ കയറിയും ഒരു സംസ്കാരം കയറി അടിച്ചേൽപ്പിക്കരുത്. കാരണം ആ സ്റ്റേറ്റുകളുടെ മഹാരാഷ്ട്ര എടുക്കുക, അതിൻ്റെ പല സൈഡുകളും പല മറാഠി സംസ്കാരമാണ്. പക്ഷെ മറാഠി ഭാഷയുമായിട്ട് ബേസ് ചെയ്താണ് അവരുടെ സംസ്കാരം. അതിനീ പറയുന്ന ഹിന്ദുത്വ സംസ്കാരവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇതായതിൻ്റെ കാര്യം. അപ്പൊ അടുത്ത ചോദ്യം, സനാതനി. ഈ സനാതനികൾ തമ്മിലടിക്കുന്ന ഇപ്പോഴ്. ഇതാ ഞാൻ പറഞ്ഞ, ഈ ടോപ്പിക്കിലോട്ട് പോകരുത്.
പോയി കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഇഷ്യൂ ആണ്. ഇന്ത്യ ഒരുമിച്ച് നിൽക്കില്ല, അതതിൻ്റെ കാര്യം. അത് ബേസ് റീസൺ മനസ്സിലായിക്കോണം. ആസാമിൽ കയറി ഇനി ഹിന്ദി ഉണ്ടാക്കാൻ പറ്റും, BJP ഭരിക്കും, നടക്കത്തില്ല. ബംഗാളിൽ ഹിന്ദി കയറി പ്രഷറൈസ് ചെയ്യും. ഇവിടൊക്കെ ഈ ആൾക്കാർക്ക് ഹിന്ദി അറിയാം. ഈ ഒരു ഇഷ്യൂ കയറ്റിക്കൊണ്ട് വരരുത്. അവരെ അല്ലാത്ത രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസി ഉണ്ടെങ്കിൽ ആ രീതിയിലാണ് പോകേണ്ടത്. ഇതിനകത്ത് ഈ സംസ്കൃതം പഠിച്ചിട്ട് എന്ത് കുന്തം ഉണ്ടാകാൻ പോകുന്നത്? ആദ്യം ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട ചില സംഭവങ്ങളുണ്ട്. അതിനാണ് കൂടുതൽ അഡ്രസ്സ് ചെയ്യണത്. അതായത് ഗവൺമെൻറ് സമയം കൊടുക്കേണ്ടത്. അതായത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റും എക്കോണമിയും അത് മാറുവാണെങ്കിൽ ഈ ഭാഷയൊക്കെ അതിൻ്റെ കൂടെ കയറി വരും. അല്ലാതെ നിങ്ങളിപ്പം പോയിട്ട് അങ്ങോട്ട് ഇംഗ്ലീഷ് മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആണ്. അതായത് ഇന്ത്യയിലെ ചെറുതും വലുതുമായ ഗവൺമെൻറ് ഓഫീസിൻ്റെ കാര്യം മാത്രമല്ല, ഏത് ഓഫീസുകളിൽ ഈ ഭാഷ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് ജോലി കിട്ടാൻ സാധിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഈ അമിത്ഷാ പറഞ്ഞ ഇംഗ്ലീഷിൻ്റെ അത് തെറ്റായ തിരിച്ചടി ഉണ്ടാകും. അത് ഏത് മുംബൈക്കാരും മുംബൈ ജീവിക്കുന്ന ആർക്കാണ് ഇംഗ്ലീഷ് അറിയാത്തത്? ഒരുപെട്ട എല്ലാവർക്കും അറിയാം. ഞാൻ ബാംഗ്ലൂർ സിറ്റി നോക്കിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും മനസ്സിലാക്കിയൊരു സംഭവമാണ് ഈ കർണാടകക്കാർക്ക് ഏറ്റവും താല്പര്യമുള്ള ലാംഗ്വേജ് ഇംഗ്ലീഷാണ്, കന്നഡിയേക്കാളും. അവിടെ ഇംഗ്ലീഷ് മാറ്റിയിട്ട് അവിടെ ഹിന്ദി ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ഇതൊരു പൊട്ടത്തരമാണ് ഈ പറയുന്നത്. അതായത് ഭാഷയുടെ പേരിൽ വീണ്ടും ഇന്ത്യ നശിക്കരുത്. അതാണ് എൻ്റെ ആഗ്രഹം. മമതാ ബാനർജി ഡാർജിലിംഗിൽ പോയിട്ട് ബംഗാളി ഉണ്ടാക്കാൻ നോക്കി, അടിയും കൊണ്ട് തിരിച്ചു വന്നു. 22 പേരാണ് ഏകദേശം 5-6 വർഷം മുമ്പ് ഡാർജിലിംഗിൽ പോലീസുകാർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടത്. അതാണ് ഇന്ത്യ എന്ന് പറയുക. കത്തിപ്പോവും സംഭവം. ഇന്ത്യ ഭയങ്കര സെൻസിറ്റീവാണ്. ഈ പറയുന്ന അവരുടെ ലോക്കൽ ഇഷ്യൂസ്, അവരുടെ ലോക്കൽ ഫുഡ്, അവരുടെ ലോക്കൽ ലാംഗ്വേജ്, ഇതിലൊന്നും തുടരുത്. ഇവരുടെ പേരിനെല്ലാവരും ഹിന്ദുവാണ്. അതായത് ഇന്ത്യൻ ഹിന്ദു എന്ന് പറയുന്നതും ഇന്ത്യൻ ഹിന്ദുത്വ എന്ന് പറയുന്നത് രണ്ടും വേറെ വേറെയാണ്. നിങ്ങൾ ഹിന്ദുത്വയുടെ പേരിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം ഹിന്ദുക്കളെ ഭരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ സനാതനികൾ തന്നെ ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ്സിനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ അകത്തൊക്കെ ഡിസ്കഷൻ പോകുമ്പോഴെങ്ങനെയാ പോകുന്നത്? ഇംഗ്ലീഷ് പഠിക്കണ്ട എന്ന് പറയുന്നു, പഠിച്ചവനാണ് പറയുന്നത് പഠിക്കണ്ടെന്ന്. കാരണം അവനെ തളർത്തുന്നു, അവൻ രക്ഷപ്പെടാൻ സമ്മതിക്കുന്നില്ല. ആ രീതിയിലാണ് വ്യാഖ്യാനങ്ങൾ പോകുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ് ഞാനെങ്ങനെ ഹിന്ദി പഠിച്ചേ? കാരണം ജോലി ചെയ്താൽ മതിയാവത്. ജോലി ചെയ്യാൻ ഹിന്ദി വേണം. ഞാൻ ഹിന്ദി ചാനലിൽ എത്രയോ ചാനലിൽ ഞാൻ ഹെഡായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം അത് ലാംഗ്വേജ് വേണം, ലാംഗ്വേജ് പഠിച്ചേ മതിയാവത്തുള്ളൂ. അതായത് നമ്മുടെ പുരോഗതിക്കനുസരിച്ച് ലാംഗ്വേജ് നമുക്ക് ഇഷ്ടം, ആ രീതിയിൽ അത് കയറി വരും. അല്ലാതെ ഒരു ഹിന്ദുത്വ അതിൻ്റെ ഭാഗമായിട്ട് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു, സംസ്കൃതം അടിച്ചേൽപ്പിക്കുന്നു. ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം, ഇതിൽ അടി കിട്ടും, വല്ലാത്ത അടി കിട്ടും. കോൺഗ്രസിന്റെ ഹിസ്റ്ററി മനസ്സിലാക്കണം. തമിഴ്നാട് കാമരാജ് കോൺഗ്രസ് നിങ്ങൾ കേട്ട് കാണും. എന്നവിടെ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു അന്ന് തകർന്നു കോൺഗ്രസ് തമിഴ്നാട്ടില്. അത് BJPക്ക് ഉണ്ടാകാതിരിക്കട്ടെ. കാരണം BJP ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ പോലും ഈ ഒരു ഇഷ്യൂ കണ്ടിട്ട് അവർക്ക് പേടിയാണ്. കാരണം അവർക്കറിയാം ഇത് വല്ലാത്ത ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന അപ്പുറത്തോട്ടങ്ങ് പോകും. കാരണം അവിടെ ശിവസേനയ്ക്ക് വേറെ ഇഷ്യൂ ഒന്നുമില്ല, ഇതങ്ങ് കയറി അങ്ങ് അലക്കും. ജയ് മഹാരാഷ്ട്ര, ജയ് മറാഠ്വാഡ. അതിനകത്ത് പിന്നെ ഹിന്ദു ഒന്നുമില്ല, അവരൊറ്റക്കെട്ടായിട്ടങ്ങ് നിൽക്കും. ഇതാണിത്. അതുകൊണ്ട് അത് കാരണം ഞാൻ ഈ പറയുമ്പോൾ എൻ്റെ പല സുഹൃത്തുക്കളും ബീഹാറിലും അതേപോലെ മറ്റു പല ഭാഗത്തും ഈ ബോംബെയിലുണ്ട്. അപ്പം അവർ തന്നെ പറഞ്ഞു ഇത് ഭ്രാന്ത് പിടിച്ച രീതിയിലാണ് പോകുന്നത്. അതാ രാജ് താക്കറെയാണ്, ഉദ്ധവ് താക്കറെ ആണെങ്കിലും. കാരണം അവരെ ഒന്നും എതിർക്കാൻ അവിടെ ഭരിക്കുന്ന പോലീസിനോ അവിടെ ഭരിക്കുന്ന ഭരണകൂടത്തിനോ പറ്റുന്നില്ല. കാരണം അവർക്കും പേടിയാണ്. ഇതേ ഞാൻ പറഞ്ഞുള്ളൂ, വീണ്ടും ആവർത്തിക്കുന്നത്,
നിങ്ങളൊരു ഭാഷയും സംസ്കാരവും ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. ഇന്ത്യയുടെ റീജിയണലായിട്ട് പല ആൾക്കാർക്ക് മഹാരാഷ്ട്രയാണെങ്കിലും കർണാടകയാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഒരു സിമ്പിൾ കാര്യം പറയാം. തിരുവനന്തപുരം ഭാഷ തന്നെ കേരളത്തിൽ മുഴുവൻ സംസാരിക്കണമെന്ന് പറഞ്ഞ് എത്ര പേർക്ക് ഇഷ്ടപ്പെടും? കാസർഗോഡുള്ള അതേ ഭാഷ തന്നെ മലയാളം കേരളം മുഴുവൻ സംസാരിക്കണം എത്ര പേർക്ക് ഇഷ്ടപ്പെടും? ഇതേ ഉള്ള അതിൻ്റെ കാര്യം. അതിലൊന്നും തൊടാൻ പോകരുത്. ആ രീതിയിൽ അത് വളരട്ടെ. അത് ഗ്രാജുവൽ ഫോമിൽ അത് ഹിന്ദിയും അതിൻ്റെ രീതിയിലോട്ടങ്ങ് പോകും. അവിടുന്ന് ഇംഗ്ലീഷിനെ പറിച്ചു മാറ്റുക, അവൻ്റെ ലോക്കൽ ലാംഗ്വേജിനെ പറിച്ചു മാറ്റുക, റീജിയണലിസം ഇല്ലാതാക്കുക. ഇത് ഫർദർ ഇത് കത്തി ഏറ്റവും മോശമായിട്ടങ്ങ് പോകും. അതായത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ വളരെ ടോപ്പായി നിൽക്കുന്ന മോദിക്കും അമിത്ഷായ്ക്കും ഒക്കെ കിട്ടുന്ന ചലഞ്ചിങ് ആണ് ഈ സംഭവം. അതുകൊണ്ട് അതേ തൊടാൻ പോകരുത്. തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ആദ്യം ശ്രമിക്കേണ്ടത് ഇന്ത്യ എന്ന മഹാരാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. ലാംഗ്വേജ് ബാരിയർ പാടില്ല, സംസ്കാരത്തിൻ്റെ ബാരിയർ പാടില്ല. ഇന്ത്യ ആയിരിക്കണം. അതിനകത്ത് മിക്സ് ചെയ്ത് എന്തെങ്കിലും കലർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 100% ഞാൻ പറയുന്ന ഇന്ത്യക്ക് അടി കിട്ടും. ഒരു സംശയവും ഇല്ല.